ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ പുതിയ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. തേർഡ് ചാപ്റ്റർ ലേണിംഗ് ടുഗദർ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ലേണിംഗ് ടുഗദർ. ഒരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം. നമുക്ക് അവിടെ ഒരു റീഡിംഗ് ജംഗ്ഷൻ തന്നിട്ടുണ്ട്. ലെറ്റ് us read a story about Rama who learns to read and write. നമ്മൾ രാമനെ കുറിച്ചുള്ള രാമന്റെ ഒരു സ്റ്റോറിയാണ് ഇവിടെ കേൾക്കാൻ പോകുന്നത്. അവൻ എഴുത്തും വായനയൊക്കെ പഠിച്ചതിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി. The bell rang, tring. It was recess. The children ran out of the classroom. Recess എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ബെല്ലടിക്കുമ്പോഴേക്കും എല്ലാ കുട്ടികളും കൂടി ഓടി പുറത്തിറങ്ങൂലേ? അതേപോലെയാണ് അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. The bell rang, tring. ബെല്ലടിച്ചു. Tring എന്ന് പറഞ്ഞ് ബെല്ലടിച്ചു. It was recess. The children ran out of the classroom. കുട്ടികൾ എന്ത് ചെയ്തു? ക്ലാസ് റൂമിന് പുറത്തേക്ക് ഓടി. Jia and Hussein had their lunch. ജിയയും ഹുസൈൻ എന്ത് ചെയ്തു? Had their lunch. അവര് ലഞ്ച് കഴിച്ചു. Then they ran to the playground and started playing with a flying disc. ഇങ്ങനെ നമ്മളിങ്ങനെ എറിഞ്ഞു കളിക്കുന്ന ഒരു സംഭവം ഇല്ലേ? ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന വട്ടം ഡിസ്ക് എന്നാ പറയാറുള്ളത്. ഡിസ്ക് ത്രോവർ. അതിങ്ങനെ എറിയുമ്പോൾ അടുത്ത ആളുടെ അടുത്തേക്ക് അത് പറഞ്ഞു ചെല്ലും. അപ്പൊ അയാൾ അത് ക്യാച്ച് പിടിച്ചിട്ട് തിരിച്ചെറിയും. അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമാണ് അത്, ഫ്ലൈയിങ് ഡിസ്ക് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? പ്ലേ ഗ്രൗണ്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം ഓടി പ്ലേ ഗ്രൗണ്ടിൽ പോയി ഇതിങ്ങനെ എറിഞ്ഞു കളിക്കുക. The disc flew and fell near a wall. ഡിസ്ക് എന്ത് ചെയ്തു? ഇങ്ങനെ പറന്നുപോയി അതൊരു ഭിത്തിയുടെ അരികിൽ പോയി വീണു. Fell near a wall. They both ran to pick it up. അവർ രണ്ടുപേരും ഓടി അതെടുക്കാൻ വേണ്ടിയിട്ട്. Near the wall, they saw a little girl. She was grazing her goat. അവരവിടെ ചെന്നപ്പോ എന്ത് കണ്ടു? ഒരു ചെറിയ പെൺകൊച്ചിനെ കണ്ടു. Near the wall, they saw a little girl. ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു. അവൾ എന്ത് ചെയ്യുമായിരുന്നു? അവൾ ആടിനെ മേയ്ക്കുമായിരുന്നു. അവളുടെ ആടിന് അവിടെ തീറ്റയൊക്കെ കൊടുക്കുമായിരുന്നു. She was grazing her goat. ഗ്രേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കോസിംഗ് ടു ഈറ്റ് ഗ്രാസ്. പുല്ല് മേയ്ക്കാന്ന് പറയില്ല, ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകാന്ന് പറയുന്ന പോലെ ആയിരുന്നു അത്. അവൾ അവിടെ കൊണ്ടുപോയി അവിടെ ആടിനെയൊക്കെ മേയ്ക്കുമായിരുന്നു. The girl smiled and waved at Jia. അവള് എന്ത് ചെയ്തു? ചിരിച്ചിട്ട്, പെൺകുട്ടി ചിരിച്ചിട്ട് ജിയനെ നോക്കി കൈ വേവ് ചെയ്തു. ഇങ്ങനെ വേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീശി കാണിക്കൂലേ, വാ വാ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ വേവ് ചെയ്ത് കാണിച്ചു, അല്ലെങ്കിൽ ഹായ് പറയുന്ന പോലെ. Jia in turn smiled at her. ജിയ എന്ത് ചെയ്തു? വേഗം. in turn എന്ന് വെച്ച് കഴിഞ്ഞാൽ as a reply, ഒരു മറുപടി കൊടുക്കുന്ന പോലെ കേട്ടോ. അവളെ നോക്കി ചിരിച്ചു. ജിയ എന്ത് ചെയ്തു? ചിരിച്ചു അവളെ നോക്കിയിട്ട്. Do you know her? Hussein asked. അന്നേരം ഹുസൈൻ എന്ത് ചോദിച്ചു അവളോട്? നിനക്ക് അവളെ അറിയാമോ എന്ന് ചോദിച്ചു. എങ്ങനെ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്? Do you know her? എന്താ ചോദിക്കണ്ടേ? Do you know her എന്ന് ചോദിച്ചു. അപ്പോ ജിയ എന്തു പറഞ്ഞു? ജിയ said, yes, she is Rama. Her father is the security guard of our apartment. അപ്പോ അവൾ എന്താ മറുപടി പറഞ്ഞ? yes, she is Rama. അവളുടെ പേര് രാമ എന്നാണ്. അവളുടെ ഫാദർ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി ഗാർഡ് ആണ്. ആരാണ് അവളുടെ ഫാദർ? നമ്മൾ കാണാറുണ്ടല്ലേ സെക്യൂരിറ്റി ഫ്ലാറ്റിന് അല്ലെങ്കിൽ വില്ലാസിനൊക്കെ സെക്യൂരിറ്റീസ് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോ അതേപോലെ അവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി ഗാർഡാണ്. ഹായ് രാമ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ആസ്ക്ഡ് ജിയ. അപ്പൊ ജിയ എന്ത് ചോദിച്ചു? ജിയ അവളോട് പറഞ്ഞു, ഹായ്, നീ അവിടെ എന്തെടുക്കുകയാണ് എന്ന് ചോദിച്ചു. Rama replied, Didi, I love to come here every day. I want to go to school too. I want to read books like you. അപ്പൊ അവൾ എന്ത് പറഞ്ഞു? ദീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്നാട്ടോ അർത്ഥം. നോർത്ത് ഇന്ത്യൻസ് വിളിക്കുന്ന ദീദി എന്നാണ്. അത് തന്നെ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ദീദി. I love to come here every day. എനിക്ക് എല്ലാ ദിവസവും ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. I want to go to school too. എനിക്ക് സ്കൂളിലും പോകാൻ ഭയങ്കര ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഇഷ്ടമാണ്. I want to read books like you. എനിക്ക് നിങ്ങളൊക്കെ വായിക്കുന്ന പോലെ ബുക്കുകളൊക്കെ വായിക്കണം. രാമ, we will help you to read and write, Jia said. അന്നേരം ജിയ എന്തു പറഞ്ഞു അവളോട്? ഞങ്ങള് നിന്നെ സഹായിക്കാം, നിന്നെ എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നെ സഹായിക്കാം. രാമ smiled. അപ്പോൾ ചിരിച്ചു. We will take you with us when we go to play in the park. We can sit under the banyan tree and learn together, suggested Jia. അപ്പോൾ ജിയ എന്ത് പറഞ്ഞു അവളോട്? ഞങ്ങൾ കളിക്കാൻ പോകുന്ന പാർക്കിൽ പോകുന്ന സമയത്ത് നിന്നെയും കൂട്ടിക്കൊണ്ടു പോകാം. എന്നിട്ട് നമുക്ക് അവിടെ വലിയൊരു ആൽമരം ഉണ്ട്, അതിനെയാണ് ബനിയൻ ട്രീ എന്ന് പറയുന്നത്. ആ ബനിയൻ ട്രീയുടെ താഴെ ഇരുന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം.
Soon the bell rang again. അത്രയും പറഞ്ഞപ്പോഴേക്കും ബെൽ അടിച്ചു. Jia and Hussein ran back to their classroom. അവരെന്ത് ചെയ്തു? തിരിച്ച് അവരുടെ ക്ലാസ് റൂമിലേക്ക് ഓടിപ്പോയി. വേഗം അവര് പോയി. അവരുടെ ബെല്ല് റാങ് ചെയ്തുല്ലോ. അപ്പോ അവര് പോയി. Keeping her promise, Jia taught Rama to read. അങ്ങനെ അവള് ആ പ്രോമിസ് അവള് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ട് അവൾ എന്ത് ചെയ്തു? അവള് പതുക്കെ രാമേനെ വായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതേപോലെ വായിക്കാനായിട്ട് പഠിപ്പിച്ചു. On some days Hussein would help too. ചില ദിവസങ്ങളിൽ ആര് സഹായിച്ചു? ഹുസൈനും സഹായിച്ചു. He taught Rama to write. അപ്പോൾ ജിയ അവളെ വായിക്കാനും പഠിപ്പിച്ചു. ഹുസൈൻ എന്ത് ചെയ്തു? അവളെ എഴുതാനും പഠിപ്പിച്ചു. Rama would bring ripe guavas and share them with Jia and Hussein. രാമ എന്ത് ചെയ്തു? നല്ല പഴുത്ത ഗുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരയ്ക്കാന്നാ കേട്ടോ. GUAVAS ഗുവാസ്, പേരയ്ക്കകൾ. അവള് നല്ല പഴുത്ത പേരയ്ക്കകൾ കൊണ്ടുവന്നു. എന്നിട്ട് അത് ആർക്ക് കൊടുത്തു? ജിയയ്ക്കും ഹുസൈനും കൊടുത്തു. അപ്പൊ അവരത് കഴിക്കും. എന്നിട്ട് ഇവളവര് പഠിപ്പിക്കും. The children enjoyed the guavas before going home. അവർ വീട്ടിൽ പോകുന്നതിന് മുൻപേ അവരതൊക്കെ കഴിച്ചു അല്ലേ? കഴിച്ചവര് എൻജോയ് ചെയ്തു. Soon Rama learned to read. അങ്ങനെ പെട്ടെന്ന് തന്നെ അവള് നന്നായിട്ട് വായിക്കാൻ വേണ്ടി പഠിച്ചു. The three of them would together read adventure stories and fairy tales. പിന്നെ അവർ മൂന്നുപേരും കൂടി ഇരുന്ന് നല്ല അഡ്വഞ്ചറസ് സ്റ്റോറീസും ഫെയറി ടേൽസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കഥകളൊക്കെ അവർ ഒരുമിച്ചിരുന്ന് വായിക്കാൻ തുടങ്ങി. She also learned to solve maths problems. പിന്നെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അതേപോലെ അവള് നന്നായിട്ട് പഠിച്ചൊരു കാര്യമാണ് മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. They also solved number games together. പിന്നെ അവർ ഒരുമിച്ചിരുന്ന് നമ്പർ ഗെയിംസുകളൊക്കെ സോൾവ് ചെയ്യാൻ തുടങ്ങി. Learning together is fun indeed. അത് ലേണിംഗ് ടുഗദർ എന്ന് പറയുന്നത് എന്താ? ഫൺ ഇൻഡീഡ് ആണ്. മനസ്സിലായോ? നല്ല കഥയാണോ? നല്ല കഥയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഒന്നുകൂടെ വായിച്ചു തരാം. The bell rang tring. It was Roses. ഒരു മിനിറ്റ് മക്കളെ. Rama learns to read. Let us listen to a story about Rama, who learns to read and write. The bell rang. It was lunch recess. The children ran out of the classroom. Jia and Hussein had their lunch. Then they ran to the playground and started playing with a flying disc. The disc flew and fell near a wall. They both ran to pick it up. Near the wall, they saw a little girl. She was grazing her goat. The girl smiled and waved at Jia. Jia, in turn, smiled at her. Do you know her? Hussein asked. Jia said, Yes, she is Rama. Her father is a security guard in our apartment. Hi, Rama. What are you doing here? asked Jia. Rama replied, Didi, I love to come here every day. I want to go to school too. I want to read books like you, Didi. Rama, we will help you to read and write. Jia declared. Rama grinned. I will take you with me when I go to play in the park. We can sit under the banyan tree and learn together, stated Jia. Soon, the bell rang again. Jia and Hussein ran back to the classroom. Jia taught Rama to read. On some days, Hussein would help too. He taught Rama to write. Rama brought ripe guavas and shared them with her friends. Jia and Hussein enjoyed the guavas before going home. Soon, Rama learned to read. The three of them would together read adventure stories and fairy tales. She also learned to solve maths problems. They solved number games too.
Learning together is fun indeed. ഓക്കെ മിസ് ഒന്നുകൂടി ഈ സ്റ്റോറി വെച്ച് തരാം. ഇത് ഞങ്ങളുടെ ചാപ്റ്റർ ആണ്, മക്കൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. Rama learns to read. Let us listen to a story about Rama, who learns to read and write. The bell rang. It was lunch recess. The children ran out of the classroom. Jia and Hussein had their lunch. Then they ran to the playground and started playing with a flying disc. The disc flew and fell near a wall. They both ran to pick it up. Near the wall, they saw a little girl. She was grazing her goat. The girl smiled and waved at Jia. Jia, in turn, smiled at her. Do you know her? Hussein asked. Jia said, Yes, she is Rama. Her father is a security guard in our apartment. Hi, Rama. What are you doing here? asked Jia. Rama replied, Didi, I love to come here every day. I want to go to school too. I want to read books like you, Didi. Rama, we will help you to read and write. Jia declared. Rama grinned. I will take you with me when I go to play in the park. We can sit under the banyan tree and learn together, stated Jia. Soon, the bell rang again. Jia and Hussein ran back to their classroom. Jia taught Rama to read. On some days, Hussein would help too. He taught Rama to write. Rama brought ripe guavas and shared them with her friends. Jia and Hussein enjoyed the guavas before going home. Soon, Rama learned to read. The three of them would together read adventure stories and fairy tales. She also learned to solve maths problems. They solved number games too. Learning together is fun indeed. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ മിസ് ഇത് ആദ്യം ഒരു തവണ പറഞ്ഞു, 2 തവണ നിങ്ങൾ വീഡിയോ കണ്ടു. ഇനി മക്കൾ ഇത് സ്വന്തമായിട്ട് വായിക്കാൻ പഠിക്കണം. കേൾക്കുന്നുണ്ടോ? നന്നായിട്ട് ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് 10 തവണയെങ്കിലും ഈ ചാപ്റ്റർ നിങ്ങൾ വായിക്കണം. മിനിമം 10 തവണ ഈ സ്റ്റോറി നിങ്ങൾ വായിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇത് ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക? ഇന്ന് ഇത് മിനിമം 10 തവണയെങ്കിലും വായിക്കുക. നിങ്ങൾക്ക് അറിയില്ലാത്ത വാക്കുകൾ മക്കൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതി പാരൻസിനോട് ചോദിച്ച് അതിന്റെ മീനിങ് എഴുതണം. ഡിക്ഷണറിയിൽ നോക്കി അവരോട് പറഞ്ഞു തരാൻ പറയണം. എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് എഴുതേണ്ടത്. ഇംഗ്ലീഷ് മീനിങ് മക്കള് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം. ഓക്കെ, മിസ് ഒന്നുകൂടെ വായിച്ചു തരാം. ഇപ്പൊ ഇനി എന്തെങ്കിലും വാക്കുകളൊക്കെ കിട്ടാത്തുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. The bell rang tring. It was recess. The children ran out of the classroom. Jia and Hussein had their lunch. Then they ran to the playground and started playing with a flying disc. The disc flew and fell near a wall. They both ran to pick it up. Near the wall, they saw a little girl. She was grazing her goat. The girl smiled and waved at Jia. Jia, in turn, smiled at her. Do you know her? Hussein asked. Jia said, Yes, she is Rama. Her father is the security guard of our apartment. Hi, Rama. What are you doing here? Asked Jia. Rama replied, Didi, I love to come here every day. I want to go to school too. I want to read books like you. Rama, we will help you read and write, Jia said. Rama smiled. We will take you with us when we
in the park. We can sit under the banyan tree and learn together, suggested Jia. Soon the bell rang again. Jia and Hussein ran back to their classroom. Keeping her promise, Jia taught Rama to read. On some days, Hussein would help too. He taught Rama to write. Rama would bring ripe guavas and share them with Jia and Hussein. The children enjoyed the guavas before going home. Soon Rama learned to read. The three of them would together read adventure stories and fairy tales. She also learned to solve maths problems. They also solved number games together. Learning together is fun indeed. Okay. അപ്പോൾ മക്കൾക്ക് മനസ്സിലായി, കഥ മിസ് നന്നായിട്ട് പറഞ്ഞു തന്നു, വീഡിയോ കാണിച്ചു, വായിച്ചു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ വായിക്കുക. മക്കൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. പിന്നെ ഇന്നതൊരു 10 തവണ വായിക്കണം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വായിപ്പിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ചാപ്റ്റർ മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ.